Question number 5. When a modifiable connection is made between a situation and a response, that connection strength is, other things being equal, increased. This statement refers to option A, the law of readiness, option B, the law of effect, option C, the law of use, option D, the law of disuse. Question ഇങ്ങനെയാണ്, when a modifiable connection is made between a situation and a response, that connection strength is, other things being equal, increased. അതായത് ഒരു സിറ്റുവേഷനും ഒരു റെസ്പോൺസിനും ഇടയിലായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ ആ കണക്ഷൻ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് യൂസ്, ലോ ഓഫ് ഡിസ്യൂസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ലോ ഓഫ് യൂസ് ആണ്. ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്ന 4 ലോസും ആവിഷ്കരിച്ചിരിക്കുന്നത് എഡ്വേർഡ് ലീ തോണ്ടൈക്കാണ്. തോണ്ടൈക്കിൻ്റെ ട്രൈലോഗി ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠനത്രയം എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ട്രൈലോഗി ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠനത്രയം എന്നാണ് അറിയപ്പെടുന്നത് ഈ 3 ലോസിനെയും. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ഇങ്ങനെ 3 ലോസ് ആണ് ഉള്ളത് ട്രൈലോഗി ഓഫ് ലേണിംഗ്. അത് ആവിഷ്കരിച്ചത് എഡ്വേർഡ് ലീ തോണ്ടൈക്കാണ്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ഈ ലോ ഓഫ് എക്സസൈസിനിൽ തന്നെ വരുന്ന മറ്റ് 2 ലോസ് ആണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. തന്നിരിക്കുന്ന 4 ലോസും ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? എഡ്വേർഡ് ലീ തോണ്ടൈക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോസ് ആണ്. അദ്ദേഹത്തിൻ്റെ ട്രൈലോഗി ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠനത്രയങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇതിൽ 3 ലോസ് ആണുള്ളത്. ദ ലോ ഓഫ് റെഡിനെസ്, ദ ലോ ഓഫ് എഫക്റ്റ്, ദ ലോ ഓഫ് എക്സസൈസ്. ഇങ്ങനെ 3 ലോസ് ആണ് ഇദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവയെ ട്രൈലോഗി ഓഫ് ലേണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 ലോസിൽ ഏറ്റവും ലാസ്റ്റിലത്തെ ലോ ആയ ദ ലോ ഓഫ് എക്സസൈസിൽ തന്നെ വരുന്ന മറ്റ് 2 ലോസ് ആണ് ദ ലോ ഓഫ് യൂസും ദ ലോ ഓഫ് ഡിസ്യൂസും. തോണ്ടൈക്ക് ഈ ട്രൈലോഗി ഓഫ് ലേണിംഗ് ആവിഷ്കരിക്കുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ശ്രമപരാജയ പഠനങ്ങൾ നടത്തി അതിൽ നിന്നുമാണ് അദ്ദേഹം എന്താ ആവിഷ്കരിക്കുന്നത്? ഈ ട്രയലോഗി ഓഫ് ലേണിംഗ് ആവിഷ്കരിക്കുന്നത്. ഈ പഠനങ്ങളുടെ ഫലമായിട്ട് കണ്ടെത്തിയ സിദ്ധാന്തമാണ് ട്രയൽ ആൻഡ് എറർ തിയറി, അല്ലെങ്കിൽ ഇതിനെ മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. തിയറി ഓഫ് കണക്ഷൻസ് എന്നറിയപ്പെടുന്നുണ്ട്, ബോണ്ട് തിയറി എന്നും അറിയപ്പെടുന്നത്. തിയറി ഓഫ് കണക്ഷൻസ് അല്ലെങ്കിൽ സംബന്ധ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. തിയറി ഓഫ് ബോണ്ട് അല്ലെങ്കിൽ ബദ്ധ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നത് ഈ ഒരു സിദ്ധാന്തം തന്നെയാണ്. ട്രയൽ ആൻഡ് എറർ തിയറി തന്നെയാണ് ഈ മറ്റു പേരുകളിലും അറിയപ്പെടുന്നത്. തിയറി ഓഫ് കണക്ഷൻസ് എന്നറിയപ്പെടുന്നുണ്ട്, ബോണ്ട് തിയറി എന്നറിയപ്പെടുന്നത് എന്താണ്? ട്രയൽ ആൻഡ് എറർ തിയറി തന്നെയാണ്. ഈ തിയറിയിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഈ പഠനങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം എന്താ ആവിഷ്കരിച്ചത്? ട്രയലോഗി ഓഫ് ലേണിംഗ്, പഠനത്രയങ്ങൾ ആവിഷ്കരിക്കുന്നത്. പഠനത്രയങ്ങളിലെ ആദ്യത്തെ നിയമമായ ദ ലോ ഓഫ് റെഡിനെസിനെ കുറിച്ച് നോക്കാം. ലോ ഓഫ് റെഡിനെസ്, ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ലോ ഓഫ് ആക്ഷൻ എന്നും അറിയപ്പെടുന്നത് എന്താണ്? ലോ ഓഫ് റെഡിനെസ് തന്നെയാണ്. ലോ ഓഫ് റെഡിനെസ് അല്ലെങ്കിൽ ലോ ഓഫ് ആക്ഷൻ എന്ന് പറയാം. സന്നദ്ധതാ നിയമം എന്നറിയപ്പെടുന്നു. ദ ലേണിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ എ ലേണർ ഈസ് റെഡി ടു ആക്ട്. എന്താണ്? ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ മാത്രമാണ് പഠനം തൃപ്തിജനകമാകുന്നത്. അല്ലെങ്കിൽ ആ ശ്രമം അസ്വാസ്ഥ്യത്തിലേക്ക് പഠിതാവിനെ നയിക്കുന്നു. സന്നദ്ധനായിരിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ത്? ഈ ലോ ഓഫ് റെഡിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും എന്താണ്? പഠിതാവിന് അസ്വാസ്ഥ്യം ഉളവാക്കുന്ന കാര്യമാണ്. ഒരു പ്രേരക പ്രതികരണ ബന്ധം അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ പ്രവർത്തന സന്നദ്ധമായിരിക്കുമ്പോൾ മാത്രമാണ് പഠനം നടക്കുന്നതെന്നാണ് ഈ ഒരു നിയമത്തിലൂടെ പറയുന്നത്. ഈ ഒരു നിയമത്തിൽ പഠിതാവിൻ്റെ സന്നദ്ധതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പഠിതാവ് റെഡിയാണോ, പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ റെഡിയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നു അവിടെ പഠനം നടക്കുന്നുള്ളൂ. പഠിതാവിന് പഠിക്കാൻ സന്നദ്ധനല്ല എങ്കിൽ ആ ഒരു ശ്രമം എന്തിലേക്ക് നയിക്കുന്നു? അസ്വാസ്ഥ്യങ്ങളിലേക്ക് നയിക്കുന്നു, പഠനം നടക്കുന്നില്ല. എന്നാൽ പഠിതാവ് റെഡി ആയിരിക്കുമ്പോൾ, സന്നദ്ധനായിരിക്കുമ്പോൾ പഠനം നടന്നില്ലെങ്കിൽ അതും എന്താണ്? പഠിതാവിന് അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതായിട്ട് മാറുന്നു. രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് എഫക്റ്റ് അല്ലെങ്കിൽ ഫല നിയമം എന്നറിയപ്പെടുന്നു.
The behaviors followed by a reward or reinforcement are more likely in the future, whereas behaviors followed by a punishment are less likely in the future. ഒരു ചോദക പ്രതികരണ ബന്ധമുണ്ടായി അതിനെ തുടർന്ന് സംതൃപ്തജനകമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. എന്നാൽ ഒരു ബന്ധത്തെ തുടർന്ന് ഒരു ചോദക പ്രതികരണ ബന്ധത്തെ തുടർന്ന് പഠിതാവിന് അസ്വാസ്ഥ്യമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ എന്ത് വരുന്നു? ബന്ധത്തിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ഫല നിയമത്തിൽ അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറയുന്നത്, ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത് പഠനത്തിൻ്റെ സംതൃപ്തിക്കാണ്. പഠനമെന്ന് പറയുന്നത് എന്തായിരിക്കണം? സംതൃപ്തജനകമായിരിക്കണം എന്നാണ് ഈ നിയമത്തിലൂടെ പറയുന്നത്. ഫല നിയമത്തിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നു. അയാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു? ആ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു. ഇങ്ങനെ പ്രൊമോഷൻ ലഭിക്കുന്ന സമയത്ത് അയാൾക്ക് ആ ജോലിയിൽ തന്നെ തുടരാനെ കൊണ്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു. കൂടുതൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാനും അയാൾ ശ്രമിക്കും. അതായത് ജോലിയുമായിട്ടുള്ള അയാളുടെ ബന്ധത്തിൻ്റെ ശക്തി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അതിൽ നിന്ന് അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് മൂലമാണ് ഇങ്ങനെ ഈ ഒരു ബന്ധം, ജോലിയുമായിട്ടുള്ള അയാളുടെ എന്ത് ചെയ്യുന്നു? ആ ഒരു ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും അയാൾ ആ ജോലിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നത്. എന്നാൽ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ബന്ധത്തിൻ്റെ ശക്തി കുറയുന്നു. മൂന്നാമത്തെ നിയമമാണ് ലോ ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയുന്നു. മറ്റൊരു പേരിൽ പറയപ്പെടുന്നു ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. കാരണം ഇതിൽ തന്നെ 2 ലോസ് ഉണ്ട്. ലോ ഓഫ് യൂസും ഉണ്ട്, ലോ ഓഫ് ഡിസ്യൂസും ഉണ്ട്. എക്സസൈസ് മീൻസ് പ്രാക്ടീസ് എന്നാണ്. പഠനത്തിൽ അഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ലോ ആണ് ദ ലോ ഓഫ് എക്സസൈസ്. പഠനത്തിൽ എന്താണ്? അഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോ ആണ് ലോ ഓഫ് എക്സസൈസ്. ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. എക്സസൈസ് മീൻസ് പ്രാക്ടീസ് എന്നാണ്. ഇതിൽ പറയുന്നത് അഭ്യാസം കൊണ്ട് നിപുണത വർദ്ധിക്കുമെന്നും അഭ്യസിക്കാതിരുന്നാൽ നൈപുണ്യം ക്ഷയിക്കുമെന്നുമാണ് ഈ ഒരു നിയമത്തിലൂടെ പറയുന്നത്. ലോ ഓഫ് യൂസ്. When a connection is made between a situation and a response, that connection strength is increased. The learning are strengthened with repeated trial or practice. ലോ ഓഫ് യൂസിൽ എന്താണ് പറയുന്നത്? റിപ്പീറ്റഡ് ട്രയൽ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ലേണിംഗ് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഒരു സിറ്റുവേഷനും ഒരു റെസ്പോൺസിനും ഇടയിലുള്ള കണക്ഷൻ വർദ്ധിക്കുന്നത് എപ്പോഴാണ്? റിപ്പീറ്റഡ് ട്രയൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് പ്രാക്ടീസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കണക്ഷൻ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് അഭ്യാസം കൊണ്ട് നിപുണത വർദ്ധിക്കുന്നു. ലോ ഓഫ് ഡിസ്യൂസ്. ലേണിംഗ് ആർ വീക്കൻഡ് വെൻ ട്രയൽ ഓർ പ്രാക്ടീസ് ഇസ് ഡിസ്കണ്ടിന്യൂഡ്. ലോ ഓഫ് ഡിസ്യൂസിൽ പറയുന്നത് പ്രാക്ടീസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രാക്ടീസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നൈപുണ്യം ക്ഷയിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ട്രയലോഗി ഓഫ് ലേണിംഗ്, തോണ്ടൈക്കിൻ്റെ പഠനത്രയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, ട്രയലോഗി ഓഫ് ലേണിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി. തോണ്ടൈക്ക് ട്രയലോഗി ഓഫ് ലേണിംഗ് പഠനത്രയങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ തിയറി ഓഫ് ബോണ്ട്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന തിയറിയിൽ നിന്നുമാണ് സിദ്ധാന്തത്തിൽ നിന്നുമാണ് അദ്ദേഹം എന്താ ആവിഷ്കരിച്ചത്? ട്രയലോഗി ഓഫ് ലേണിംഗ് ആവിഷ്കരിച്ചത്. ട്രയലോഗി ഓഫ് ലേണിംഗ്, ദ ലോ ഓഫ് റെഡിനെസ്, ദ ലോ ഓഫ് എഫക്റ്റ്, ദ ലോ ഓഫ് എക്സസൈസ്, ഇങ്ങനെ 3 എണ്ണമാണ്. ലോ ഓഫ് എക്സസൈസിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദ ലോ ഓഫ് യൂസും ദ ലോ ഓഫ് ഡിസ്യൂസും. ദ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത് പഠിതാവിൻ്റെ റെഡിനെസ് അല്ലെങ്കിൽ സന്നദ്ധതയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ലോയാണ്. ഇതിൽ പഠിതാവിൻ്റെ സന്നദ്ധതയ്ക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. 2ാമത്തെ നിയമം ലോ ഓഫ് എഫക്റ്റ് ആണ്, ഫല നിയമം എന്നറിയപ്പെടുന്നു. ഇതിൽ പഠിതാവിൻ്റെ സംതൃപ്തിയാണ്. ഒരു പഠന പ്രക്രിയയിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന സംതൃപ്തിയെക്കുറിച്ചാണ് ഈ ഒരു ഫല നിയമത്തിൽ അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റിൽ ചർച്ച ചെയ്യുന്നത്. 3ാമത്തേത് ലോ ഓഫ് എക്സസൈസ് ആണ്. ഇവിടെ പറയുന്നത് പ്രാക്ടീസിനെ കുറിച്ചാണ്. പഠനത്തിൽ അഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോയാണ് ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് എക്സസൈസിൽ തന്നെ 2 ലോസ് ഉണ്ട്, ലോ ഓഫ് യൂസ്, ലോ ഓഫ് ഡിസ്യൂസ്.